മാത്രം ബാക്കി നിൽക്കെ ഒമാനിലും ചൂടേറിയ പ്രചരണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു. പ്രവാസികളെ സംബന്ധിക്കുന്ന വിഷയങ്ങളിൽ മാത്രമല്ല, രാജ്യം നേരിടുന്ന വെല്ലുവിളികൾക്കെതിരെയും പ്രവാസികൾ ശക്തമായ പ്രതിഷേധം പങ്കുവച്ചു. ഒമാനിലെ രജു മരക്കാത്ത്, റിയാസ് അമ്പലവയൽ, റിയാസ് കോട്ടപ്പുറത്ത്, സിന നിതീഷ്, സുനിത് തെക്കടവൻ തുടങ്ങിയവരുടെ പ്രതികരണങ്ങളിലേക്ക്. ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ മസ്കറ്റിൽ ഊർജിതമായി നടന്നു വരുന്ന ഒരു സമയമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, മതരാഷ്ട്രം രൂപീകരിക്കുന്നതിന്റെ ഭാഗമായി 10 വർഷക്കാലം BJP സർക്കാർ നടത്തിവരുന്ന ഭരണത്തിന് കീഴിലെ ന്യൂനപക്ഷങ്ങളൊക്കെ തന്നെ അരക്ഷിതരാണ്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഈ മുഴുവൻ ജനവിഭാഗങ്ങളെയും ഉൾക്കൊള്ളുകയും മുഴുവൻ ജനങ്ങൾക്കും ഇന്ത്യയിൽ താമസിക്കാനും ജീവിക്കാനുമുള്ള അവകാശം സംരക്ഷിക്കപ്പെടാനുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഈ വോട്ട് കൃത്യമായും ഇന്ത്യയുടെ നിലനിൽപ്പും ഇന്ത്യയുടെ ഭരണഘടനയുടെ നിലനിൽപ്പും അതുപോലെ തന്നെ ഈ പൗരത്വ നിയമം പോലുള്ള കൃത്യമായ മതങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഈ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുന്നതിന് വേണ്ടിയിട്ട് ജനങ്ങൾ കൊടുക്കുന്ന മറുപടിയായിരിക്കണം ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളതും ഈ ഇടതുപക്ഷം മാത്രമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബദൽ എന്ന് കണ്ട ഒരു നാളുകളാണ് കഴിഞ്ഞു പോയത്. അതുകൊണ്ട് തന്നെ വോട്ട് നമ്മളെല്ലാവരും പ്രവാസികളൊക്കെ തന്നെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം ജയിക്കേണ്ടത് അനിവാര്യമാണ്. ഈ ലോക്സഭാ ഇലക്ഷനോടനുബന്ധിച്ച് നിങ്ങളുടേതായ ഒരു അഭിപ്രായം? നമ്മുടെ രാജ്യത്തിന്റെ പരിപാവനമായ ഭരണഘടനയെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് മതത്തിന്റെ പേരിൽ പൗരത്വം നിഷേധിച്ചുകൊണ്ട് മുസ്ലിം ജനവിഭാഗത്തെയാകെ രണ്ടാം കിട പൗരന്മാരാക്കി മാറ്റാനുള്ള ഒരു ശ്രമമാണ് സംഘപരിവാർ ഭരണകൂടം ഈ പ്രാവശ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള ഒരു മതരാഷ്ട്രം എന്നുള്ള ഒരു അജണ്ട വെച്ച് മുന്നോട്ട് പോകുന്ന ഈ സംഘപരിവാർ ഭരണകൂടത്തെ തീർത്തും നമുക്ക് ഈ തെരഞ്ഞെടുപ്പിലൂടെ പുറത്താക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സംഘപരിവാരം ഈ നയപരിപാടികളുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് അതിനെ പേടിച്ചുകൊണ്ടും ആ നയങ്ങളെ എതിർക്കുന്നതിനുള്ള പരിമിതി മൂലം മാറി നിൽക്കുന്ന വലതുപക്ഷ രാഷ്ട്രീയത്തെയും തുറന്ന് പുറത്താക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മുടെ വോട്ട് വിനിയോഗം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് വിനിയോഗിക്കണം എന്നാണ് ഈ പ്രവാസ ലോകത്ത് നിന്ന് എനിക്ക് പറയാനുള്ളത്. നമുക്കറിയാം, നമ്മളെല്ലാം പ്രവാസികളാണ്. നമ്മുടെ രാജ്യത്ത് സ്വന്തമായിട്ടൊരു വിമാന കമ്പനി പോലും ഇല്ലാത്തൊരു രാജ്യത്താണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഉണ്ടായിരുന്ന എയർ ഇന്ത്യ പോലുള്ള സംവിധാനങ്ങളെ ഇല്ലാണ്ടാക്കിക്കൊണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളെ പൂർണ്ണമായി കൊണ്ട് ഇല്ലാണ്ടാക്കിക്കൊണ്ട് സ്വകാര്യവൽക്കരണത്തിന് കൂടുതൽ ഊന്നൽ കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, വളരെ പ്രവാസികളായ സമയത്ത് നമുക്ക് എന്തെങ്കിലും അത്യാപത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് വരേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ള രാഷ്ട്രങ്ങളെ സമീപിക്കേണ്ട അല്ലെങ്കിൽ അവരെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ പ്രവാസികൾക്ക് കൂടുതൽ ശക്തമായിട്ടുള്ള അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഭരണ സംവിധാനം നമ്മൾ മുന്നോട്ട് വരണം. അതിന് നിലവിലെ ഒരു ബദൽ എന്ന് പറയുന്ന ഇടത് രാഷ്ട്രീയ ബദലാണ്. ആ ഇടത് രാഷ്ട്രീയ ബദലിനെ കൂടുതൽ ഊർജ്ജം നൽകുന്നതിന് വേണ്ടി മുഴുവൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കേണ്ടത് നമ്മുടെ കടമയാണ്. നമുക്കറിയാം, നമ്മുടെ നാടിന്റെ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മുദ്രാവാക്യമാണ് ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്നുള്ളത്. ആ ഒരു മുദ്രാവാക്യത്തെ അന്വർത്ഥമാക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മുഴുവൻ ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കേണ്ടത് നമ്മുടെ കടമയാണ്, നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. ഇന്ത്യ എന്ന നമ്മുടെ രാജ്യം അന്യാധീനപ്പെടാതിരിക്കാനും നമ്മുടെ രാജ്യം നമ്മുടേതായി നിലനിൽക്കാനും മതേതരത്വം സംരക്ഷിക്കാനും മതരാഷ്ട്രവാദികളുടെ കടന്നുകയറ്റത്തെ പ്രതിരോധിക്കാനും ഒക്കെ ഇടതുപക്ഷത്തിനേ കഴിയുകയുള്ളൂ. ഇന്ത്യൻ പാർലമെന്റിൽ ഒരു ഇടതുപക്ഷ ശബ്ദം ഉയർന്നു കേൾക്കേണ്ടതിന്റെ പ്രാധാന്യം പ്രസക്തി മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഓരോ വോട്ടർമാരും ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് നൽകി നമ്മുടെ ഭരണഘടനയുടെയും ഉറപ്പ് നിലനിൽക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഏറ്റവും നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്നുള്ളത് പ്രവാസി വോട്ട് ആണ്. പ്രവാസി വോട്ട് കുറേ കാലമായി പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിലും പ്രവാസി വോട്ട് എന്ന രീതിയിലേക്ക് ഒരു നിലപാടിലേക്ക് സർക്കാർ ഇതുവരെ എത്തിച്ചു തന്നിട്ടില്ല. പലപ്പോഴും സർക്കാരിൻ്റെ ശ്രദ്ധ, സംഘപരിവാർ സർക്കാരിൻ്റെ ശ്രദ്ധ പലപ്പോഴും പോകുന്നത് അമ്പലം, പള്ളി വിഷയങ്ങളും മതപരമായ സ്പർദ്ധ വളർത്തുന്ന വിഷയങ്ങളിലും ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു ഭരണമാണ് ഇതുവരെ നടന്നു പോയിട്ടുള്ളത്. എന്നാൽ പാവപ്പെട്ട പ്രവാസികൾക്ക് അനുകൂലമായി നിൽക്കുന്ന യാതൊരു വിധത്തിലുള്ള ഒരു നിലപാടും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതോടൊപ്പം തന്നെ GST ഏർപ്പെടുത്തിക്കൊണ്ടും ഭീമമായിട്ടുള്ള നികുതി ഏർപ്പെടുത്തിക്കൊണ്ടും പാവങ്ങളായിട്ടുള്ള ആളുകളെ വളരെയധികം ദുരിതത്തിലാക്കുന്ന ഒരു നിലപാട് തന്നെയാണ് ഇപ്പോഴും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ സൂചിപ്പിക്കാനുള്ളത്, നമുക്കറിയാം, പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ കൃത്യമായ ഒരു പ്രവാസി കാര്യ വകുപ്പ് രൂപീകരിച്ചുകൊണ്ട് വളരെയധികം സഹായകരമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ. കേരളത്തിലെ തന്നെയാണ് ആദ്യമായി പ്രവാസികാര്യ വകുപ്പ് ആരംഭിച്ചത്.
അതേ മാതൃകയിൽ ഇന്ത്യക്കാകമാനം ഒരു പ്രവാസികാര്യ വകുപ്പ് ആവശ്യമാണ്. തീർച്ചയായും ഇത്തരം കാര്യങ്ങളൊക്കെ നടപ്പിലാക്കണമെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ കുറേയധികം സ്ഥാനാർത്ഥികളെങ്കിലും വിജയിച്ച് അവിടെ നമ്മളെ നല്ല എണ്ണത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ അവിടെ MP-മാരായി വരേണ്ടതുണ്ട്, ലോക്സഭയിൽ MP-മാരായി വരേണ്ടതുണ്ട്. തീർച്ചയായും ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു മാറ്റമുണ്ടാകാൻ കൂടുതൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇടവേള.